പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ടു. തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. യാക്കോബിന് എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. യാക്കോബ് സ്നേഹിച്ച യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന ഭാര്യയാണ് റാഹേൽ. തൻ്റെ ജ്യേഷ്ഠനായ ഏശാവിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും തൻ്റെ പിതാവ് ഇസ്ഹാക്കിനോട് വാങ്ങിച്ച് അവൻ അവിടെ നിന്ന് ഓടിപ്പോയി ലാബാൻ്റെ ഭവനത്തിൽ ചെന്ന് റാഹേലിനെ സ്നേഹിച്ച് 7 വർഷക്കാലം റാഹേലിന് വേണ്ടി അടിമ വേല ചെയ്ത് 7 വർഷക്കാലം അവൻ വേല ചെയ്ത് യാക്കോബിന് ലാബാൻ തൻ്റെ മൂത്ത മകളായിരിക്കുന്ന ലേയയെ കൊടുത്തു. എന്നാൽ വീണ്ടും 7 വർഷം കൂടി വേല ചെയ്ത് അവൻ ഏറ്റവും താൻ സ്നേഹിച്ച റാഹേലിനെ വിവാഹം കഴിച്ചു. റാഹേൽ സംബന്ധിച്ച് ഏറ്റവും സുന്ദരിയായിരുന്നു. ലോകപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അവളോടത്തോളം സുന്ദരിയായ വേറൊരു സ്ത്രീ ആ ദേശത്തില്ല. എന്നാൽ എന്താണ് സംഭവിച്ചത്? തൻ്റെ ഭാര്യയുടെ പിതാവായ അപ്പൻ കൊടുത്ത ആ ലേയയ്ക്ക് മക്കളുണ്ടായി. ലേയ 7 മക്കളെ പ്രസവിച്ചു. 6 ആൺമക്കളെയും ഒരു പെൺകുഞ്ഞിനെയും. കൂടാതെ തൻ്റെ ദാസിയിലൂടെ 2 കുഞ്ഞുങ്ങളെയും ലേയയ്ക്ക് ലഭിച്ചു. ലേയയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഗോത്രത്തിലെ പകുതിയിലധികം പകുതി മക്കളെയും അഡീഷണലായ ഒരു മകളെയും ജനിപ്പിക്കുവാൻ ലേയയ്ക്ക് ഭാഗ്യം ലഭിച്ചു. തൻ്റെ ദാസിയിലൂടെ 2 മക്കളെ ലഭിച്ചു. അപ്പൻ കൊടുത്ത ആ മകൾ ഇസ്രായേൽ ഗോത്രത്തിന് ഒരനുഗ്രഹമായി തീർന്നു. അവൾ ലേയ 29-ാം അധ്യായത്തിൻ്റെ